ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തിന്റെ വിശേഷങ്ങളൊക്കെ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ഇപ്പൊ രാത്രിയല്ല, വെളുപ്പിന് 2 മണി. അബിഗേലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയുള്ളൂ. ഡെക്കറേഷൻസ് ഒക്കെ അതുപോലെ തന്നെ കിടക്കും. ഇതൊക്കെ ഇനി നാളെ വേണം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്. അത്യാവശ്യം എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെന്താ, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാരും വന്നു, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേക്ക് ആണെങ്കിലും എല്ലാം നല്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു. ഫുഡ് തികഞ്ഞു, എല്ലാവർക്കും നന്നായിട്ട് കഴിച്ചു, സന്തോഷം. അത് തന്നെ, എല്ലാരും വന്നു, ദൈവം സഹായിച്ചെല്ലാം അടിപൊളിയായിരുന്നു. ആബി സന്തോഷമായിരുന്നു. അപ്പൊ പിന്നെ ആകെ ഒരു വിഷമം എന്ന് വെച്ചാൽ വീടുകളിലേക്ക് വിളിക്കാൻ പറ്റില്ല. അവര് അതന്നെ, ഇവിടത്തെ സമയം നോക്കി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തപ്പോ നമ്മുടെ നാട്ടില് ഏകദേശം വെളുപ്പിന് 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്കൊന്നും വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടുകാർക്കൊന്നും കാണാൻ പറ്റില്ല കേക്ക് കട്ട് ചെയ്യണത്. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ആബിക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളാണ് കേട്ടോ. ഇത് എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. അതെ, ഇത് മറ്റേ ഇവിടെ നിന്ന് ദുർഗയുടെ അതാന്നുള്ളത്. ഇത് ആരാന്ന്? ഇതാണ് ദുർഗ. ദുർഗയാണ് ഞങ്ങൾക്ക് കേക്കും ഒക്കെ ഉണ്ടാക്കി തന്നത്. അവള് വന്നിട്ട് കേക്ക് ഉണ്ടാക്കും. അവളാണ് ഞങ്ങള് ഡിസൈൻ കൊടുത്തിട്ട് അവൾ ഉണ്ടാക്കി തന്നു. നമ്മള് യൂണിക്കോണിന്റെ ടീം വെച്ചിട്ട് അതിന്റെ ഇതിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയ. അപ്പോ ഇത് ദുർഗയും സനൂപും കൂടെ തന്നതാണ് കേട്ടോ. എന്താ ഇത്? പാട്ട് കേൾക്കണിയോ? ഇതിങ്ങനെ എടുത്ത് നമുക്ക് ഡിസ്നി പ്രിൻസസോ? ഡിസ്നി പ്രിൻസസ്. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല ഗിഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? കേക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കേക്ക് ഒന്നും കഴിക്കാത്ത, പക്ഷെ ഞാൻ ഒരുപാട് ലൈറ്റ് മധുരവും അങ്ങനെ വലിയ മധുരമൊന്നല്ല, ഫ്ലേവർ നല്ലായിരുന്നു. ഞങ്ങള് ഏതായിരുന്നു പറഞ്ഞ നമ്മള്? റെഡ് വെൽവെറ്റ് അല്ലേ? അകത്ത് റെഡ് വെൽവെറ്റും പിന്നെ പുറത്ത് ഏതോ ഫ്ലേവർ ഞാൻ ഓർക്കുന്നില്ല, മറന്നു. വാനില. അപ്പൊ ഇതാണ് ഗിഫ്റ്റ്. കേക്കിന്റെ പിക്ക് ഞങ്ങള് ഇതിൽ കാണിക്കാട്ടോ. അത് ദുർഗയെ സനൂപ് തന്ന ഗിഫ്റ്റ്. ഇത് ഫൈസലും രശ്മി തന്നത്. ഇത് അവരുടെ ഗിഫ്റ്റ് ആണ്, ഫൈസലിന്റെ രശ്മിയുടെ. അത് കൊള്ളാലോ. എന്താ ഇത്? കോക്കുമലിനോ? ഇത് പസിൽസ് ആണ്. പിസിയോ? ഇതെന്താ? ഇത് കിച്ചൺ സാധനങ്ങളാ. അയ്യോ, ഇനി അബിഗേലിന് അടുക്കള കയറി പണിയാണോ ഇനി? ഇതെന്താ അബി? നമുക്ക് തുറന്നു നോക്കാം. ഇത് എന്താന്ന് തുറന്നു നോക്കാം അല്ലേ? തുറന്നു നോക്കാം. ഒരു നൈഫ് എടുക്കായിരുന്നു അല്ലേ നമുക്ക്? അല്ല, ഇത് സ്റ്റിക്കർ കൊടുത്തതല്ലോ. ഇതെന്താ? കത്തി എടുത്തത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മള് മടക്കി വയ്ക്കാൻ പറ്റില്ല. എന്തായാലും അവർക്ക് എല്ലാം ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം നശിപ്പിക്കുവള് എറിഞ്ഞപ്പ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് അതിനോട് അവർക്ക് കളിക്കാൻ പറ്റും. അമ്മ പൊട്ടിച്ചേരാൻ നോക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ സെറ്റാണ്. അതെടുക്കാൻ പറ്റുമോ? എടുത്തു. നോക്കട്ടെ. ഇതെന്താ? സ്വന്തം കിച്ചണോ? കുക്ക് ചെയ്യാലോ. ഇത് ഇത് ലെറ്റേഴ്സാ.
ആ ഇവിടെ വെക്കണേ അല്ലേ? ABCD പഠിക്കാം. ഇത് എന്താ ഓവനോ? ഇത് ബാറ്ററി തന്നെ കേട്ടോ. ഇത് ചിലപ്പോ ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ. ഓൾറെഡി ചിലപ്പോ ബാറ്ററി ഉണ്ടാവും. ഇല്ല, ബാറ്ററി ഇല്ല അല്ലേ? ബാറ്ററി ഇല്ല. ബാറ്ററി ഇടുന്നയാ, ബാറ്ററി വർക്ക് ചെയ്യണേ. ഇത് കിച്ചൺ സാധനങ്ങൾ, ബ്രൊക്കോളി ഒക്കെ ഉണ്ട്. ബ്രൊക്കോളി, ക്യാരറ്റ്, ആപ്പിള്, പിന്നെ ഒരു സ്പൂണും ഒരു ഇത് പിന്നെ കുറെ ലെറ്റേഴ്സ് ഇട്ടോ. അതിനകത്ത് എന്തുണ്ടല്ലോ നീ ബാലൻസ്? എന്തായാലും നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിലേക്ക് പൊടി അടിക്കണ്ട. ഇത് തന്നേക്കാം. അപ്പൊ പിന്നെ തരാട്ടോ. ആദ്യം ഭയങ്കര ചൂടാണെന്നേ ഇവിടെ. ഇന്ന് ഒന്നും പറയണ്ട, രാവിലെ തൊട്ട് AC-യും ഫാനും എല്ലാം വെച്ചിട്ടും ചൂടിന് ഒരു ശമനമില്ല. ഭയങ്കര ചൂടായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എല്ലാവരും കൂടി വന്ന് കൺജസ്റ്റ് ആയതുകൊണ്ട് വാതിൽ തുറന്നിട്ടാലൊന്നും കാറ്റൊന്നും അകത്തേക്ക് വരിക. അതാണ് ഏറ്റവും ഒരു പ്രശ്നം. അവിടെ വയ്ക്കാം. ഇത് എലിസബത്തും ജോസുണ്ട് അല്ലേ? ഇത് എലിസബത്തും ജോസിനോട് തന്നതാ. അവര് രാവിലെ ഉച്ചക്ക് വന്നിട്ട് പോയി. അവർക്ക് എന്തോ അർജന്റ് എവിടെ പോകാനുള്ളത് കൊണ്ട് വൈകുന്നേരം വന്നില്ല. അവര് തന്ന ഡ്രസ്സാണ് കേട്ടോ. കൊള്ളാം അല്ലേ? ഉടുപ്പ്, ഇത് ഉടുപ്പ്, 2 ഉടുപ്പാണല്ലോ ആബിക്ക്. ആബി ഇതില് ഏതാ ഇഷ്ടപ്പെട്ടെ? ഇത് വേണോ മോന്? ഇത് വേണോ? ആബിക്ക് ആ പേപ്പർ മതി. അടിപൊളി, കൊള്ളാം. ഇത് ഇവരത് ഇഗ്നേഷ്യസ് അഞ്ചു. ഇത് ആദ്യക്ക് നമ്മള് നോക്കിയത് ഇതുപോലത്തെ സെറ്റർ അല്ലേ? ഇത് 1.5 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെ ഇട്ടുടങ്ങാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ വിന്ററാ തന്നെ. അപ്പൊ പിന്നെ അതെടുക്ക്. അതും എടുത്തോ. ഇത് ആരെന്നാ? ഓ, ഇത് ആരെന്നാ? അതെടുക്കാം. അപ്പൊ അതെടുക്കാം കേട്ടോ. ഇത് ആർക്കിപാൽഡ് മാമൻസ്. ആർക്കിപാലിലെ മാമന്മാര് തന്നത്. വിഷ്ണു, ശംഭു, അക്ഷയ്, സുബിൻ, അങ്ങനെ 4 മാമന്മാര് ആർക്കിപാൽഡില്. അവര് ഹാപ്പി ബർത്ത്ഡേ അബിഗെയിൽ ഒരു കുറച്ച് ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ട് ഗിഫ്റ്റ് കാർഡാണല്ലേ? ജോക്കറും കൊണ്ടുണ്ടോ അറിയില്ല. ചോദിച്ചു നോക്കാം. എന്തോ $100 ഗിഫ്റ്റ് കാർഡ്. അത് ചിലപ്പോ യൂണിവേഴ്സലായിരിക്കും, എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. അതിഷ്ടായോ ആബിക്ക്? പിന്നെ ഇടാട്ടോ. കാറ്റ് പോകുമ്പോ ഇടാട്ടോ. അങ്ങനെ ഇത് ഗോപികയും ഗോപികയും മറ്റേ ഇവളും കൂടി ഇതാരുടെയാ? അല്ല, ഇതിനകത്തൊക്കെ ബില്ലുണ്ട്. ഉണ്ടോ? അത് ഇനിയിപ്പോ നമുക്ക് സൈസ് പാകമായില്ലെങ്കിലും മാറ്റാൻ. അതിലുണ്ടോ ബില്ല്? എല്ലാത്തിലും ഉണ്ട്. ഇതിനകത്തില്ല, അത് മറ്റേ കാർട്ടേഴ്സിലുണ്ട്. കാർട്ടേഴ്സിലില്ല? ഉണ്ട്, അടിയിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതിലേക്ക് ഇട്ട ഇത് മാറ്റുന്നുണ്ട്. അതെ, ഇത് തോന്നുന്നു. ഇത് എത്ര മാസത്തോട്ട് ഇടുന്നത്? 12 to 18 മാസത്തെ ഉടുപ്പാണ് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ തണുപ്പ് വരാറായല്ലോ.
അത് നിന്റെ സെറ്റാ. പിന്നെ ഒരു ബോ. അതിഷ്ടായോ ആബിക്ക്? ഒരു ബോയ് ഉണ്ട് എന്റെ ഡിസ്നി പ്രിൻസസ്. ഇതൊക്കെ H&M പ്രൊഡക്റ്റുകളുണ്ടോ? പിന്നെ അതല്ലേ ഇത് ബോബി ചേച്ചി. ഡ്രസ്സുണ്ട്. അത് ബോബി ചേച്ചി നല്ല ഡ്രസ്സാണല്ലോ. ആബി ഇത് നോക്ക്. ഇത് ലേണിംഗ് ലൈറ്റ്സിനെ പറ്റി പഠിക്കണ ഡ്രസ്സ് കാണിച്ച് വെച്ചോണ്ടെന്ന്. ഒരു 24 മന്തിന്റെ. അപ്പൊ ഇതിപ്പോ ഉപയോഗിക്കാൻ പറ്റുന്നല്ല. 24 മന്തിന്റെ രണ്ടാമത്തെ. ഇനി ആബി ഇത്ര മതിയോ ഗിഫ്റ്റ് ഒക്കെ? അപ്പയുടെ അമ്മയുടെ മക വേണോ ആബി ഗിഫ്റ്റ്? ആബി തിരക്കില്ല. ആബിക്ക് എനിക്ക് നോക്കാൻ സമയമില്ല. ഇത് ഞങ്ങളുടെ വകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരോടെയും അവൾക്ക് നേരത്തെ ഞങ്ങൾ വാങ്ങി വെച്ചായിരുന്നു ഒരു 3-4 ദിവസം മുന്നേ തന്നെ. കേക്ക് കെട്ടുന്ന സമയത്ത് കൊടുക്കാൻ എന്ന് വെച്ച് വിചാരിച്ചു. ഞങ്ങളത് എല്ലാ ഗിഫ്റ്റും കൂടെയും ഒന്നിച്ച് അവിടെ വെച്ചു. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെയും എത്തിക്കാന്ന് വിചാരിച്ചു. ഇത് മറ്റേ ഞങ്ങള് മാസ്റ്റർ മൈൻഡിൽ ചെന്നപ്പോ അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾ ഇതിനകത്ത് കയറി കളിച്ചോണ്ടിരുന്നേ. ഇത് നോക്ക് ആബി. അപ്പയമ്മ വാങ്ങിയത്. ആബിക്ക് ഇതിന്റെ പുറത്തേക്ക് കളിക്കട്ടേനെ. ഓ അതില് പമ്പുണ്ടല്ലേ. ഏടടിച്ചിട്ട് വിട്ടപ്പോ ചേച്ചിയല്ല നാക്കിടുന്നുണ്ട് ചെറുതായിട്ട്. ഇടറും ബർത്ത്ഡേ പാർട്ടിയുടെ ഇടറുന്നത്. എന്റെ ദൈവമേ, ഇത് എന്നാ സാധനം? ഇത് എന്റെ സാധനം. ഇഷ്ടായോ ആബിക്ക്? അവക്ക് അവിടെ ചെന്നപ്പം ഇഷ്ടായല്ലേ? അവക്ക് അവിടെ ചെന്നപ്പോ ഇതും പിന്നെ വേറൊരു പുഴു ഒരു പുഴു ഉണ്ടായിരുന്നു, ഒരു പച്ച കളർ. അവക്ക് ഇതിനെ ഇഷ്ടപ്പെട്ട. ഇതിനെ പിടിച്ചിങ്ങനെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞെടുത്ത. അത് ഇവിടെ ഇരുന്ന ഇത് അതിലേക്ക് ഇട്ടാ കവറിലേക്ക്. ഇനി അതുള്ള ഓർഡറുണ്ടല്ലോ. ഇനി ഞങ്ങളുടെ തന്നെ ഒരു ഗിഫ്റ്റും കൂടെ ആബിക്ക്. 2 ഗിഫ്റ്റ് ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഗിഫ്റ്റ് മേടിച്ചത്.
പിന്നെ ആബിക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇതുകൂടെ അങ്ങ് വാങ്ങി. ഞങ്ങള് വാങ്ങിച്ചതാ. ഇതൊക്കെ നാളെ കളയാൻ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. നാളെ അവധി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ, എല്ലാം ക്ലീനിങ് കാര്യങ്ങളും. നാളെ അങ്ങോട്ട് ഇനി ജോലിക്ക് കയറണം, അപ്പൊ നാളെയും കൂടെ അവധിയാണ്. ഇങ്ങനെ പൊട്ടിക്ക്. ഇനി ഇത് നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം, അത് നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ക്ഷമയിലൊന്നുമല്ല, വഴിയ തുറക്കണമെന്നുണ്ട്. വയ്യ, ടയേർഡായ അതുകൊണ്ടാണോ പെട്ടെന്ന് തന്നെ തുറന്നത്. ഇതെന്താ ഇത് സ്ട്രോളറാണ്, നമ്മളിങ്ങനെ പിടിച്ച് തള്ളി ഇങ്ങനെ ഒന്ത് നടക്കൂലോ, അങ്ങനത്തെ പിന്നെ കുറച്ച് ഗെയിം ആക്ടിവിറ്റി, കൊച്ചുങ്ങൾക്കുള്ള ആക്ടിവിറ്റി. ഇത് ബാറ്ററി ഇട്ട് തന്നെ. ഇതില് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ തള്ളിക്കൊണ്ട് നടന്ന് ഇങ്ങനൊക്കെ ചെയ്യാം, പിന്നെ ഇരുന്ന് കളിക്കാം, അങ്ങനെ എല്ലാം കൂടി ഉള്ളതാണ് ഇത്. ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ ഗിഫ്റ്റും? ഇഷ്ടപ്പെട്ടോ അബിക്കുള്ള ഗിഫ്റ്റും? ഇതുപോലെ സൗണ്ട് ഒക്കെ കേൾക്കണ അവക്കൊരു കൗതുകമാണ് തുടക്കത്തില്. തുടക്കത്തിലെല്ലാം 2 ദിവസം ആ പാട്ടൊക്കെ വെച്ച് കേൾക്കും, 3-ാമത്തെ ദിവസം അതൊക്കെ പിന്നെ എറിയും. അങ്ങനെയാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. എല്ലാരും സുഖമായിട്ടിരിക്കുക. ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ ഇനി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.